ആ പാട്ട് രംഗത്ത് എങ്ങനെ നീ അഭിനയിച്ചു പറ. ഞാൻ പെണ്ണ് കയ്യിൽ പിടിച്ച് ഇത് അറിയാൻ വേണ്ടി എടാ പോലീസ് എന്ന് പറഞ്ഞ മണ്ടന്മാര് റൊമാൻസ് കയ്യെന്തിരിക്കാരെ പിടിച്ചത് ഒരു പെണ്ണിനെ. റൊമാൻസ് എന്ന് പറയാൻ പിന്നെ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ നീ കൈ കയറി പിടിച്ച അത് കുട്ടിയുടെ അനുഭവത്തോടല്ലേ? അനുവാദത്തോടെ കൈ കയറി പിടിച്ച എന്തും ചെയ്യാം. റൂം കുറ്റിയിട്ടിട്ട് അനുവാദത്തോടെ ഒരു പെണ്ണിന് എന്തും കയറി ചെയ്യാം. ഇതൊരു അഭിനയത്തിന്റെ ഭാഗമായി നീ കൈ കയറി പിടിച്ചിട്ട് നീ ഏത് പാട്ട് പാടിയത്? ഓടക്കുഴൽ വിളി. ഓടക്കുഴൽ വിളി കേട്ടോ. അതെന്തോ അത് ഭക്തിഗാനമല്ലേ? ഭക്തിഗാനാണെങ്കിൽ ഓടക്കുഴലുമായിട്ടുള്ള ശ്രീകൃഷ്ണല്ലേ? അപ്പൊ ഭക്തിയല്ലേ? സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ ശ്രീകൃഷ്ണനാണല്ലോ. എടാ ഭക്തിഗാനം എങ്ങനെയാണ് റൊമാൻസിൽ വരുന്നത്? രാധ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ രാധ തമ്മിലുള്ള പ്രണയം ഉണ്ടല്ലോ. നീ ശ്രീകൃഷ്ണനാ? നിന്റെ മുഖത്ത് നോക്കട്ടെ. കറക്റ്റ് കേട്ടാ ശ്രീകൃഷ്ണൻ. എന്റെ കൈ ഉണ്ടല്ലോ ഞാൻ നീ ശ്രീകൃഷ്ണൻ ഇല്ലേ? നീ എടാ ശ്രീകൃഷ്ണന്റെ പടമെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? വിഗ്രഹം കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നീ എങ്ങനെയാടാ പറഞ്ഞത്? നിന്നെ പോലത്തെ വൃത്തികെട്ടവന് ഭാവനയിലെ ശ്രീകൃഷ്ണനാണല്ലോ, ഒറിജിനൽ അല്ലല്ലോ. ശരി, എന്നിട്ട് അവള് ഓടക്കുഴൽ വിളി കേട്ട നീ കൈ പിടിച്ച് ഒന്ന് റൊമാൻസ് ഡാൻസ് ബോഡി അവളെ കറക്കിയ ഒന്ന് കറക്കയിൽ ഇങ്ങനെ പിടിച്ച് കറക്കി. അപ്പൊ അവള് ഇങ്ങനെ കറങ്ങി. അവള് കറങ്ങിയിട്ട് അതെന്ത് ഇങ്ങനെ കറങ്ങിയത്? അവള് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കറങ്ങി. എന്നിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നിട്ട് ഇങ്ങനെ ഇരുന്ന്. ഇതാണ് റൊമാൻസിന്റെ ടെസ്റ്റിംഗ്. ഇത് ചെയ്താ അവക്ക് റൊമാൻസ് അറിയാം. അതല്ല, എന്നിട്ട് 2 ഡയലോഗ് ഉണ്ടല്ലോ. എന്ത് ഡയലോഗ് എന്ത് പറഞ്ഞു? പ്രിയതമേ, നീ എന്നെ മറക്കുമോ? ഇല്ല ചേട്ടാ, മരണം വരെ ഞാൻ മറക്കില്ല. അത് ടച്ചിങ് ആയിട്ട് പറയാൻ പറഞ്ഞു. ടച്ച് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇത് ടച്ച് ചെയ്യാതെ പറയാവുന്നുള്ളതല്ലേ? ടച്ചിങ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ടച്ച് ചെയ്തിട്ട് പറയാനാണ്. മനസ്സിൽ ടച്ച് ചെയ്തിട്ട്. മനസ്സിൽ എങ്ങനെ ടച്ച്? ഞാൻ ചോദിച്ചു, മനസ്സിൽ ഒരാൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ഹൃദയത്തിൽ ടച്ച് ചെയ്യാൻ പറ്റും. മനസ്സെന്ന് പറയുന്ന ഒരു സാങ്കല്പമല്ലേ, അതിൽ ടച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറില്ല ഇത് മനസ്സിൽ തട്ട് പറയുകയാണെന്നൊക്കെ നമ്മൾ പറയാറില്ല. മനസ്സിൽ തട്ടി എന്നുള്ള മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പ്രയോഗം ഞാൻ കേട്ടിട്ടില്ല. ഇത് മനസ്സിൽ ടച്ച് ചെയ്ത് പറയണമെന്ന്. മനസ്സിൽ തട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനസ്സിൽ ടച്ച് ചെയ്തെന്നൊരു പ്രയോഗം ഞാൻ കേട്ടിട്ടില്ല. ടച്ചും തട്ടും ഒരേപോലെ ആണല്ലോ. ഒരുപോലെ അല്ല, തമ്മിൽ പോലീസ് ഭാഷയിൽ തട്ട് വേറെ ടച്ച് വേറെ കേട്ടാ. അപ്പൊ എന്നിട്ട് അവൾ അതേപോലെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കൈയടിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, യു ആർ എ സെലക്ടഡ്, ഗുഡ് ഇട്ട് കൊടുത്തു. നീ ഒരു ജഡ്ജിയാ? നീ ഒപ്പിട്ട് കൊടുക്കാൻ? നീ ഒപ്പിട്ട് തഹസീൽദാർ? നീ തഹസീൽദാറാണ്? നീ ഒപ്പിട്ട് കൊടുക്കാൻ? നീ സീല് പഠിച്ചല്ലോ. എന്തോ സീല്? ഗുഡ് ഇട്ട് കൊടുത്തു. ഗുഡ് ഇട്ടിട്ട് എവിടെ? അവിടെ സീലുണ്ടോ? ഇല്ല. പിന്നെ അല്ല, ഞാൻ പറഞ്ഞതാണ്, എന്റെ ഒന്ന് കൈന്നിട്ട് പറഞ്ഞതാണ്. കൈന്നിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് എന്നാണ് കൊന്നത് അവളെ? അയ്യോ, ഞാൻ കൊന്നില്ല. പിന്നെ സത്യമായിട്ട് പിന്നെ ഇത്രയും വലിയ സ്മൂത്ത് ആയിട്ട് പോയെങ്കിൽ പിന്നെ എന്തിനാ അവള് ഇവിടുന്ന് 7 ദിവസത്തിന് മുമ്പ് ഇവിടുന്ന് പിണങ്ങി പോയത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷം രണ്ടാമത് നീ കണ്ടതിന് തെളിവുണ്ട്. അവളുടെ പ്രേമലേഖനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാര്യം പറ, സമാനം പറ. കാണിക്കണോ നിനക്ക്? നിർബന്ധമുണ്ടോ? ആ പ്രേമലേഖനം കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? അപ്പം നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നല്ലേ ആദ്യത്തെ സെന്റൻസ്? അതെ. അപ്പൊ പിന്നെ അതിനുശേഷമുള്ള ആ ഇടയ്ക്കുള്ള ഏതെങ്കിലും ദിവസം നീ കണ്ടിരുന്ന അവളെ? അല്ല, ഈ ലൊക്കേഷനില് അങ്ങനെ ഒരു കുട്ടി വന്നപ്പം പലരുടെയും കണ്ണ് ആ കുട്ടിയുടെ പുറകെ ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം ഒരു പ്രേമലേഖനം കൊടുക്കാൻ നീ കല്യാണം കഴിച്ചല്ലേ? നിന്റെ കല്യാണത്തിന് ഞാൻ വന്നോ ഇല്ലേ? ഞാൻ വിളിച്ചായിരുന്നു സാറിനെ. സോദരൻ വിളിച്ചു, നീ വിളിക്കണ്ട. വന്നായിരുന്നു. ഞാൻ മറന്നിട്ടില്ല. പായസം എനിക്ക് കിട്ടിയിട്ടില്ല. അറിയാ? നീയൊന്നും അറിയില്ല. പായസം തികഞ്ഞില്ല. എടാ, ആ പാടെ ഒരു 1000 പേരെ വിളിച്ചു വരുത്തിയിട്ട് 500 പേർക്കുള്ള സദ്യ ഒരുക്കി കഴിഞ്ഞാൽ പായസം കിട്ടൂല. നാണക്കടയിൽ പോയെന്നറിയാം. നാളെ ഞാൻ പായസം സ്റ്റേഷനിൽ എത്തിക്കാം സാർ. ഇപ്പൊ ഇനി എന്തൊരു സ്റ്റേഷൻ? എന്നാ നടന്ന സംഭവം? പായസം ഇല്ല. ഞാനൊന്നും പേർത്തുപോയി. ഏസയ്ക്ക് പായസം ഇല്ലാതെ പോയാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. ആൾക്കാർ ചോദിച്ചു, പിന്നെ കൈ കഴുകാൻ പോണവരെല്ലാം ചോദിച്ചു, പായസം കിട്ടിയില്ലല്ലേ? ഇത് എന്ത് വൃത്തിയുടെ നിന്റെ കല്യാണം അന്നേ തീരുമാനിച്ചു നീ വൃത്തിയിട്ടാണ്? അല്ല സാർ, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ സാർ, ഞാൻ അറിഞ്ഞു സാർ. അല്ല, ഞാൻ പായസത്തിന്റെ കാര്യം അവിടെ നിൽക്കും. നീ ഇവിടെ തന്നെ പായസം ഇങ്ങ് കൊണ്ടിരുന്നു പറഞ്ഞ എന്തിനാ? പായസം തന്നെ മയക്കാറില്ല. അല്ല സാർ, പിന്നെ സാർ ആദ്യത്തെ പന്തിക്ക് ഇടിച്ചു കയറിയായിരുന്നെങ്കിൽ സാറിന് പായസം. ആദ്യത്തെ പന്തിയിൽ ഇടിച്ചു കയറാൻ ഞാൻ അത്ര നാണം കെട്ടവനൊന്നും അല്ല. മാത്രമല്ല, അന്ന് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് സീറ്റ് കിട്ടിയില്ല. നിനക്ക് കുറച്ച് പായസം കൂടെ വെച്ചാൽ നിന്റെ ഭാര്യ വീട്ടുകാരടുത്ത് പറഞ്ഞുകൂടാ? ഞാനത് പറയാം സാർ, അടുത്ത കല്യാണത്തിനാവട്ടെ. അടുത്ത കല്യാണം? അല്ല സാറേ, അതൊക്കെയാണ് നിന്റെ മനസ്സിൽ ഉള്ള ചിന്ത.